ഹലോ, ഹായ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവരും കുട്ടികൾ സ്കൂളിലെല്ലാം പോയി പെരയത്തെ പണിയെല്ലാം കഴിഞ്ഞ് കുളിയും നിസ്കാരമൊക്കെ ചോറ് വെയ്യെല്ലാം കഴിഞ്ഞ് ഉറങ്ങി എണിച്ചതായിരിക്കൂലേ. അങ്ങനെ ഞാൻ അതുപോലെ ഒരു 3 മണിയാകുമ്പോൾ എണീച്ചിന് കേട്ടോ. 3 മണിയാകുമ്പോൾ എണീച്ച് അടുക്കളയ്ക്ക് വന്നപ്പോഴാണ് വിചാരിക്കണത് എന്താണ് കുട്ടികൾക്ക് ചായക്ക് കടി കൊടുക്കുക എന്ന്. എല്ലാ ഉമ്മമാരെ പ്രശ്നവും അതാണ്. വൈകുന്നേരം ആകുമ്പോൾ എന്താ കുട്ടികൾ വരുമ്പോൾ കൊടുക്കുക, വല്ല രാവിലത്തെ നാഷ്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുത്ത് ഒപ്പിച്ചാൽ. ചില ദിവസങ്ങളിൽ മക്കൾ എന്തെങ്കിലുമൊക്കെ ഒരു ഓർഡർ തന്നിട്ട് പോയിട്ടുണ്ടാവുമല്ലോ, വൈകുന്നേരം സ്കൂളിൽ വരുമ്പോൾ അതാക്കണം എന്ന്. അപ്പം ഞാൻ പോയി നോക്കുമ്പോൾ ഫ്രിഡ്ജിൽ ലേശം മുളകുണ്ട് കേട്ടോ, ബജ്ജി മുളകുണ്ട്. അപ്പം എന്താക്കി വേഗം പോയി നോക്കുമ്പോൾ കടലമാവില്ല. അപ്പോൾ ലേശം മൈദപ്പൊടിയും അരിപ്പൊടി എന്തിനാ നല്ല ക്രിസ്പി ഇട്ടു കേട്ടോ കൂട്ടുമ്പോൾ. അങ്ങനെ പിന്നെ ആ മുളക് എടുത്തിട്ട് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ. നിങ്ങളിനിപ്പോൾ എങ്ങനെയാണ് മുളക് ബജ്ജി ഇങ്ങനെ ഉണ്ടാക്കും, അങ്ങനെ മുറിച്ചിട്ട് മാവിൽ മുക്കിയിട്ട് പൊരിക്കും. അപ്പം ഞങ്ങൾക്ക് അങ്ങനെ അതൊരു ഇത് തോന്നിയിട്ടില്ല, ഒരു രസം തോന്നിയിട്ടില്ല. ആ മാവിൽ ഉപ്പേ ഉണ്ടാവുള്ളൂ, ഈ മുളകിൽ ഉപ്പില്ലാത്തപ്പോൾ ഒരു പച്ച കടിക്കും പോലത്തെ ഒരു ഫീലിംഗ് ആണ് കേട്ടോ എനിക്ക്. അപ്പം ഞാൻ എന്താ പറയുക ചെയ്യൽ, ഇങ്ങനെ മുറിച്ചിട്ട് പിന്നെ 2 പൊളിയാക്കിയിട്ട് അങ്ങനെയും ബജ്ജി ചെയ്യുക. നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ കിട്ടൂലേ അതുപോലെ. പക്ഷെ ഇതിപ്പോൾ നമ്മൾ പെരക്ക് കുട്ടികൾക്ക് തിന്നാൻ വേണ്ടിയിട്ടല്ലേ. പിന്നെ ഇപ്പം ഇതിൽ ഇതൊന്നും അല്ലല്ലോ, പ്രോട്ടീനും ഇതൊന്നും ഇല്ല സാധനമൊന്നും അല്ലല്ലോ. അപ്പം ഞാൻ എന്താക്കുന്ന പറഞ്ഞാൽ ഒന്ന് ഇങ്ങനെ 4 പീസാക്കിയിട്ട് എന്താക്കുക അറിയോ, കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് എടുക്കുക. അപ്പം അതിൽ ആ ഉപ്പും പിടിക്കുകയും ചെയ്യും, ആ മുളകിൻ്റെ ആ ഒരു കുത്തൽ പോകുകയും ചെയ്യും. നല്ലോണം അങ്ങോട്ട് ഉപയോഗിക്കാൻ നിൽക്കരുത് കേട്ടോ, വെന്തുടക്കാൻ വേണ്ടി നിൽക്കരുത്. ഒന്ന് ചൂട് കയറ്റുക, ആ ഉപ്പൊന്ന് പിടിച്ചിട്ട് ഒന്ന് ചൂട് കയറ്റിയിട്ട് അതങ്ങോട്ട് ഊറ്റിയിട്ട് ഒന്ന് നിങ്ങൾ മുളക് ബജ്ജി ഉണ്ടാക്കി നോക്കി മക്കളെ. നല്ല രസമുണ്ട് തിന്നാനുണ്ടാവും കേട്ടോ. പിന്നെ പറഞ്ഞാൽ അങ്ങനെ ഞാൻ എന്നിട്ട് എന്താക്കി അറിയാം, ലാസ്റ്റൊക്കെ അങ്ങനെ ഒന്ന് ആക്കി നോക്കി. എങ്ങനെ പിന്നെ ഉപ്പ് ഇങ്ങനെ ഒന്ന് തിളപ്പിക്കാതെ ലാസ്റ്റ് 2 മുളക് എടുത്ത് വെച്ചല്ല, ഒരു 4 മുളക് അവിടെ നിൽക്കട്ടെ. ഇനി എപ്പോഴെങ്കിലുമൊക്കെ കുട്ടികൾക്ക് ചായക്കടി ഇതെങ്ങനെയേ ആകാൻ പാടുള്ളൂ കേട്ടോ. ഒന്ന് ചൂടിങ്ങ് തട്ടുക, ഒന്ന് തള കയറിയിട്ട് ചൂടിങ്ങനെ തട്ടി ഒരു ആ കുഴഞ്ഞിങ് വരൂലേ. അപ്പം നമ്മളെന്താക്കണം, ഒരു ഓട്ടപാത്രത്തേക്ക് അങ്ങോട്ട് ഊറ്റി കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് ആ മാവിലിട്ടിട്ട് ഇതാക്കിയെടുത്താൽ മതി. ഇങ്ങനെ ആകുമ്പോൾ എന്നാലും അരിപ്പൊടീൻ്റെ കൂട്ടുന്ന സമയത്ത് എന്താ പറയുക, നല്ല ക്രിസ്പിയും കിട്ടും. പിന്നെ എന്നിട്ട് എന്താക്കുക, എണ്ണ അടുപ്പത്ത് വെച്ച് എന്തെങ്കിലുമൊക്കെ മക്കൾ കയറി വരുമ്പോൾ ഒരിക്കൽ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു പൊരിക്കടി. പക്ഷെ നമ്മൾ അത് വിചാരിച്ചിട്ട് എപ്പോഴും പൊരിക്കടി ഉണ്ടാക്കി കൊടുക്കാനും പറ്റൂലല്ലോ. ഇത്രയും വീതി ഒന്നും ഉണ്ടാവില്ല, നമ്മൾ ഈ 4 പൊളിയാക്കുകയല്ലേ. അപ്പോൾ എന്താ പറയുക, ഇത്രയും ഉണ്ടാവുള്ളൂ കേട്ടോ. എന്നിട്ട് എണ്ണയിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കുകയാണ്. ഭയങ്കര തൃപ്പതിയാണ് കുട്ടികൾ കയറി വരുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണുന്നത്. പക്ഷെ അത് വിചാരിച്ചിട്ട് നമ്മൾ എണ്ണയിൽ എപ്പോഴും മുക്കി പൊരിച്ചിട്ട് കൊടുക്കാനും പറ്റൂലല്ലോ. ഇതൊക്കെയാണ് ഒരു ചായക്ക് കടിയല്ല. അപ്പോൾ ഇത് നല്ലതാണ്, ഹെൽത്തിയാണ്, അതൊന്നും അല്ലല്ലോ. അപ്പോൾ ഒന്ന് ചൂടാക്കി തിളപ്പിച്ച് ഊറ്റിയാൽ മതി. പിന്നെ അങ്ങനെ മുറിച്ച് എണ്ണയിൽ വെറുതെയെങ്കിലും ഒന്ന് എണ്ണയിൽ മുറിച്ച് ഒന്ന് പിന്നെ 2 പുളിപ്പാക്കിയിട്ട് മാവിൽ മുക്കിയിട്ടിടുന്ന അങ്ങനെ ഉണ്ട്. കടലപ്പൊടിയും മൈദയും കൂട്ടിയിട്ടാണ്. അപ്പം ഞാൻ അങ്ങനെ മുറിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ പൊരിച്ച് കഴിഞ്ഞിട്ടോ, അപ്പോഴാണ് ഇങ്ങനെ പൊരിച്ച് നോക്കാൻ വിചാരിച്ചത്, 4 പുളിപ്പാക്കിയിട്ട്. അപ്പം അതിന് ഉപ്പ് പോരല്ലോ മാവുക്ക്. ഞാൻ അപ്പോൾ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടോ. മറ്റേത് പറഞ്ഞാൽ അത് ഉപ്പിട്ട് തിളപ്പിക്കണതല്ലേ, അപ്പം അതിൽ ഉപ്പ് ഉണ്ടാവുമല്ലോ. ഇതൊക്കെ അപ്പം നോക്കുമ്പോൾ ലേശം കൂടി ഉപ്പ് വേണം. അപ്പം ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലൊരു കട്ടൻ ചായ. അപ്പം ഞാനൊന്ന് നോക്കി നോക്കാം, കുട്ടികൾ എപ്പോഴും സോസൊക്കെ മുക്കി തിന്നണതാണ്. അപ്പം ഞാനും ഒന്ന് സോസൊക്കെ മുക്കി തിന്ന് നോക്കിയതാണ്. നമുക്കൊന്നും പറ്റും, ഇതൊക്കെ ഇപ്പോഴത്തെ ഈ മക്കൾക്കേ പറ്റുള്ളൂ കേട്ടോ, ഈ സോസൊക്കെ മുക്കിയിട്ട് തിന്നലൊക്കെ. നമുക്കൊക്കെ പറ്റായും ഇല്ല, എന്നാൽ പിന്നെ അതിനോട് വലിയൊരു തൃപ്പതിയും ഇല്ല കേട്ടോ. അങ്ങനെ മക്കൾ വന്ന് ചായയൊക്കെ കുടിച്ച്, ഒരു കുടിച്ചതിൻ്റെ ബാക്കി ഞാൻ ഉണ്ടാക്കി തിന്ന് ചായയൊക്കെ കുടിച്ചിട്ടോ. അങ്ങനെയാണ് ഇതൊരു വൈകുന്നേരം ഒരു ചായൻ്റെ ഒരു വിശേഷമാണ് കേട്ടോ. പിന്നെ ഇപ്പം ഇതെന്താ പറഞ്ഞാൽ ഇന്ന് രാവിലത്തെയാണ് കേട്ടോ. ഇന്ന് കുട്ടികൾക്ക് ഞാൻ കൊടുത്തയച്ചിന് സോയാബീൻ ഉപ്പേരിയും പിന്നെ പച്ചക്കറി ബിരിയാണിയാണ് കേട്ടോ. പിന്നെ എന്നും പറയുന്നത് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണിട്ട് മക്കളെ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ എന്താണെങ്കിലും നല്ലതാണെങ്കിലും വടക്കാണെങ്കിലും നല്ലതും വടക്കൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ നെഗറ്റീവ് ഉണ്ടാവും, പോസിറ്റീവ് ഉണ്ടാവും നമ്മളെന്ത് കാര്യത്തേക്ക് ഇറങ്ങുമ്പോഴും. അപ്പോൾ അതൊക്കെ എന്താക്കുക, നിങ്ങൾ എന്താണെങ്കിൽ കമൻറ്റിൽ അറിയിച്ചോളി. ഇന്ന് ഇത്ര വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.